ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, വേരിയൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ആൻഡ് വേരിയൻസ്, പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് 1-2 പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ് എന്നിരിക്കട്ടെ. എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് x1, x2, x3 എക്സെട്ര ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് P1, P2, P3 എക്സെട്ര. x1 കറസ്പോണ്ടിങ് ആയിട്ട് P1, x2 കറസ്പോണ്ടിങ് ആയിട്ട് P2, x3 കറസ്പോണ്ടിങ് ആയിട്ട് P3 എക്സെട്ര. ഇങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഇപ്പോ ഡിസ്ക്രീറ്റ് കേസ് ആണെങ്കിൽ സിഗ്മയാണ് യൂസ് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ ആദ്യത്തെ വാല്യൂ ആരാണെന്ന് നോക്കുക, x1. x1 ഇൻറ്റു കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി P1 സിഗ്മ ഉള്ളത് കൊണ്ട് പ്ലസ് എക്സിന്റെ അടുത്ത വാല്യൂ x2 ആണ്, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P2 പ്ലസ് എക്സിന്റെ അടുത്ത വാല്യൂ x3, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P3 പ്ലസ് എക്സെട്ര. ഇപ്പൊ x2 ഇൻറ്റു P2 ആണ് മീൻ ചെയ്യുന്നത്, ഇത് x3 ഇൻറ്റു P3 ആണ് മീൻ ചെയ്യുന്നത്, എക്സെട്ര. ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താ, മീൻ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്, ആവറേജ് ആണെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാല് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എക്സ് ആയപ്പോഴും നോക്കുക, സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എക്സ് സ്ക്വയർ ആവുമ്പോ ഇവിടെയും എക്സ് സ്ക്വയർ. ഇതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, സിഗ്മ എക്സ് സ്ക്വയർ, എക്സിന്റെ ആദ്യത്തെ വാല്യൂ എന്താ നോക്കൂ, x1. അപ്പൊ x1 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P1 പ്ലസ് x2 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P2, എക്സിന്റെ അടുത്ത വാല്യൂ x2 പ്ലസ് x3 സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P3 പ്ലസ് എക്സെട്ര. സോ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതായത് ഈ കിട്ടുന്നതിനെന്നത് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ് ഓഫ് എക്സ്. സോ ഡെഫിനിഷനിലേക്ക് പോകാം. ഇനി ഇത് എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്, എഴുതിയെടുത്ത് പഠിക്കുക. വേരിയൻസിന്റെ പ്രോപ്പർട്ടീസ്, വേരിയൻസ് ഒരു കോൺസ്റ്റന്റിന്റെ വേരിയൻസ് ആണെങ്കിൽ 0 ആണ്, നോട്ട് ചെയ്യുക. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ നമ്പർ ഓൺ ദ ഡൈ വെൻ എ ഡൈ ഈസ് റോൾഡ്. ഒരു ഡൈ എറിയുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ എക്സ് എന്നുള്ള റാൻഡം വേരിയബിള് റെപ്രസെന്റ് ചെയ്യുന്നത് ദ നമ്പർ ഓൺ ദ ഡൈ, ഡൈയിലുള്ള നമ്പർ. അങ്ങനെയെങ്കിൽ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ഡൈയിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5, 6 വരെയുള്ള നമ്പേഴ്സ് ആണ് ഡൈസിൽ ഉള്ളത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് എക്സ്, ഒരു ഡൈ എറിയുമ്പോൾ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6, 2
കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6. 6 കിട്ടാനുള്ള പ്രോബബിലിറ്റിയും 1/6 ആണ്. ഇനി ഇവയുടെ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ്പെക്ടഡ് വാല്യൂ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണെന്നും എഴുതാം, തെറ്റില്ല. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ ആദ്യത്തെ വാല്യൂ 1 ആണ്. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എത്രയാ? 1/6 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 2 ആണ്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/6. എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 3, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/6. എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 4, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/6. എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 5, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/6. എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 6, corresponding probability 1/6. So which is equal to 1 into 1 1/6 plus 2 into 1 2/6 plus 3 into 1 3/6 plus 4 into 1 4/6 plus 5 into 1 5/6 plus 6 into 1 6/6, which is equal to denominator common ആണ് 6. ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടുമ്പോ എന്ത് ആൻസർ കിട്ടും? 21 ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 21/6. നോക്കൂ, എക്സ് വാല്യൂസും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് 6x, വേരിയൻസ് ഓഫ് 2x plus 7, expectation of x plus 5, expectation of x minus 10, expectation of 3x plus 5, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ ആദ്യത്തെ വാല്യൂ 8, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/8 plus x in the next value 12, corresponding probability 1/6 plus x in the next value 16, corresponding probability 3/8 plus x in the next value 20, corresponding probability 1/4 plus x in the next value 24, corresponding probability 1/12. So നോക്കൂ, which is equal to 8, 8ൽ എത്ര ടൈംസ് പോവും? 1 ടൈം പോവും. 1 into 1 plus 6, 12 2 ടൈംസ് പോവും. 2 into 1 plus 8, 16ൽ 2 ടൈംസ് പോവും. 2 into 3 plus 24, 20ൽ 5 ടൈംസ് പോവും. അപ്പൊ 5 into 1 plus 12, 24ൽ 2 ടൈംസ് പോവും. 2 into 1, which is equal to 1 into 1 1 plus 2 into 1 2 plus 2 into 3 2 3s are 6 plus 5 into 1 5 plus 2 into 1 2. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 1 plus 2 plus 6 plus 5 plus 2 16 ആണെന്ന് ആൻസർ കിട്ടും. ഇനി വേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫോർമുല സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഓർ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്.
വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന്റെ ആദ്യത്തെ വാല്യൂ 8. അപ്പൊ 8ന്റെ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/8 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 12. 12ന്റെ സ്ക്വയർ ഇൻറ്റു 1/6 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 16 സ്ക്വയർ ഇൻറ്റു 3/8 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 20. 20ന്റെ സ്ക്വയർ ഇൻറ്റു 1/4 പ്ലസ് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ 24. 24ന്റെ സ്ക്വയർ ഇൻറ്റു കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/12. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ പറഞ്ഞാല് 64 ഇൻറ്റു 1/8 പ്ലസ് 12ന്റെ സ്ക്വയർ 144 ഇൻറ്റു 1/6 പ്ലസ് 16ന്റെ സ്ക്വയർ 16ന്റെ സ്ക്വയർ എത്രയാ 256 ഇൻറ്റു 3/8 പ്ലസ് 20ന്റെ സ്ക്വയർ 400 ഇൻറ്റു 1/4 പ്ലസ് 24ന്റെ സ്ക്വയർ 576 ഇൻറ്റു 1/12. ഇനി നോക്കാം 8 64 എത്ര ടൈംസ് പോവും 8 ടൈംസ് പോവും 8 ഇൻറ്റു 1 പ്ലസ് 6 144 24 ടൈംസ് പോവും 24 ഇൻറ്റു 1 പ്ലസ് 8 256 32 ടൈംസ് പോവും 32 ഇൻറ്റു 3 പ്ലസ് 4 400 100 ടൈംസ് പോവും 100 ഇൻറ്റു 1 പ്ലസ് 12 576 48 ടൈംസ് പോവും 48 ഇൻറ്റു 1 which is equal to 8 plus 24 plus 32 into 3 96 plus 100 plus 48 എല്ലാം കൂടെ സം ചെയ്യുമ്പോ കിട്ടുന്ന ആൻസർ 276 ആണെന്ന് കിട്ടും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 16 കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് എത്രയാണ് 276 ആണ്. അപ്പൊ നോക്കൂ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 16 ആണ് കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 276. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കാം വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എത്രയാ നോക്കൂ 276 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്രയാ 16 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 276 മൈനസ് 16 സ്ക്വയർ 16 സ്ക്വയർ 256. ഇനി 276 നിന്ന് 256 മൈനസ് ചെയ്യുമ്പോ ആൻസർ എത്ര കിട്ടും 20 ആണെന്ന് കിട്ടും. സോ വേരിയൻസ് ഓഫ് എക്സ് എത്രയാണ് 20. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 5 ആണ്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് എക്സ്പെക്ടേഷൻ expectation of x plus 5 can be written as expectation of x plus 5 which is equal to expectation of x നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട് 16 ആണെന്ന് കിട്ടിയിട്ടുണ്ട് 16 plus 5 which is equal to 16 5 കൂടെ കൂട്ടുമ്പോൾ എന്ത് ആൻസർ കിട്ടും 21. പ്രോപ്പർട്ടീസ് പഠിച്ചാലേ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കൂ. അടുത്തത് നോക്കൂ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 10 എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 10 ആണെന്ന് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എത്രയാണ് 16 ആണ്. മൈനസ് 10 16 നിന്ന് 10 പോകുമ്പോ എന്ത് ആൻസർ കിട്ടും 6. Then next one വേരിയൻസ് ഓഫ് 6x. ഇപ്പൊ വേരിയൻസിന്റെ പ്രോപ്പർട്ടിയില് പറയുന്നത് വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു പ്രോപ്പർട്ടിയില്
എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതേ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വേരിയൻസ് ഓഫ് 6x എങ്ങനെ എഴുതാം? 6 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണെന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് എത്ര കിട്ടി? 20 ആണെന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 20 എത്ര കിട്ടും? 720 ആണെന്ന് ആൻസർ വരും. Then last one, variance of 2x plus 7. ഇവിടെയും വേരിയൻസിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിലും വേരിയൻസ് ഓഫ് എ എക്സ് മൈനസ് ബി ആണെങ്കിലും എന്ത് എഴുതാൻ പറ്റുള്ളൂ? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്ന് എഴുതാനുള്ള റൈറ്റേ ഉള്ളൂ. ബിന്റെ വേരിയൻസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഒക്കെ എന്താണ്? വേരിയൻസ് ഓഫ് ബി 0 ആണ്. അപ്പൊ ഇതാണ് എന്ത് പ്രോപ്പർട്ടി. ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണെന്ന് എഴുതാം. അപ്പൊ ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യണു. പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വേരിയൻസ് ഓഫ് 2x plus 7 ഇതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? എ സ്ക്വയർ എന്റെ പ്ലേസിൽ ഇവിടെ ആരാ ഉള്ളത്? 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എത്രയാ കിട്ടിയിരിക്കുന്നത് നമുക്ക്? 20. 4 ഇൻറ്റു 20 എത്രയാ? 80 ആണ് ആൻസർ. അപ്പൊ എക്സ്പെക്ടേഷന്റെയും വേരിയൻസിന്റെയും പ്രോപ്പർട്ടീസ് അറിഞ്ഞാലേ തുടർന്നുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് പഠിക്കുക. If you like the video, please subscribe and press the bell icon.